നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബയോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സെറിബ്രത്തിൽ നിന്നുള്ളതും സെറിബ്രത്തിലേക്കുള്ളതുമായ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? സെറിബ്രത്തിൽ നിന്നുള്ളതും സെറിബ്രത്തിലേക്കുള്ളതുമായ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അടുത്ത ചോദ്യം, നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. അതുപോലെ തന്നെ മോർഫിൻ, ആസ്പിരിൻ തുടങ്ങിയ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെറിബ്രത്തിൽ നിന്നുള്ളതും അതുപോലെ സെറിബ്രത്തിലേക്കുള്ളതുമായ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. അതുപോലെ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗവും തലാമസ് തന്നെയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. വിശപ്പ്, ദാഹം, താപനില, ലൈംഗികാസക്തി തുടങ്ങിയവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, താപനില, ലൈംഗികാസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതുപോലെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. അടുത്തത്, നാഡീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, അതുപോലെ വാസോപ്രസിൻ. ഗർഭപാത്രം സങ്കോചിക്കുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗർഭപാത്രം സങ്കോചിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. അടുത്തത്, ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. വാസോപ്രസിൻ്റെ അഭാവം മൂലം മൂത്രം അമിതമായി പോകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് വാസോപ്രസിൻ്റെ അഭാവം മൂലം മൂത്രം അമിതമായി പോകുന്ന രോഗാവസ്ഥയാണ്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. അടുത്തത്, ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഹൈപ്പോതലാമസ് ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുന്ന ശരീരഭാഗമാണ് പേശികൾ. മനുഷ്യ ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുന്നത് എന്താണ്? പേശികളാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്നാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്നാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639 ആണ്. 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639 ആണ്. ഏറ്റവും ചലനശേഷിയുള്ള പേശിയാണ് കൺപോളയിലെ പേശി. ഏറ്റവും കൂടുതൽ ചലിക്കുന്ന പേശിയാണ് കൺപോളകളിലെ പേശി എന്ന് പറയുന്നത്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. നമ്മൾ ഉറങ്ങുന്ന സമയത്തും പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. കൺപോളയിലെ പേശി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് ഹൃദയപേശിയാണ്. ജീവിതകാലം മുഴുവൻ ഒരേപോലെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. ജീവിതകാലം മുഴുവൻ ഒരേപോലെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദന അറിയപ്പെടുന്നത് ആൻജിന എന്നാണ്. ആൻജിന എന്നാണ് ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദന അറിയപ്പെടുന്നത്.
ഏറ്റവും ബലിഷ്ഠമായ പേശിയാണ് മാസറ്റർ. മാസറ്ററാണ് ഏറ്റവും ബലിഷ്ഠമായ പേശി. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് രേഖാങ്കിത പേശി അഥവാ അസ്ഥിപേശി എന്നറിയപ്പെടുന്നത്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏതാണ്? രേഖാങ്കിത പേശി അഥവാ അസ്ഥിപേശി. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് രേഖാശൂന്യ പേശി അഥവാ മിനുസപേശി, ഹൃദയപേശി എന്നിവയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് രേഖാശൂന്യ പേശി, മിനുസപേശി, ഹൃദയപേശി എന്നിവ. അടുത്തത് ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് രേഖാശൂന്യ പേശി. ആമാശയം, ചെറുകുടൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന എന്നീ ആന്തര അവയവങ്ങളിലും അതുപോലെ രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് രേഖാശൂന്യ പേശി. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശി ഏതാണ്? ഹൃദയപേശിയാണ്. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശി ഹൃദയപേശി. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹമാണ് കാൽസ്യം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. കാൽസ്യമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1 അഥവാ തയാമിൻ. ഓർത്തുവയ്ക്കുക, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഓക്സിറ്റോസിൻ ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ B1 അഥവാ തയാമിനാണ്. ഓക്സിജൻ വേണ്ട അളവിൽ ലഭിക്കാതെ വന്നാൽ പേശികൾക്കുണ്ടാകുന്ന തളർച്ച അറിയപ്പെടുന്നതാണ് പേശീക്ലമം. പേശീക്ലമം എന്ന് പറയുന്നത് ഓക്സിജൻ വേണ്ട അളവിൽ ലഭിക്കാതെ വന്നാൽ പേശികൾക്കുണ്ടാകുന്ന തളർച്ച അറിയപ്പെടുന്നത് പേശീക്ലമം എന്നാണ്. പേശീക്ലമത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് ലാക്റ്റിക് അമ്ലം. ലാക്റ്റിക് അമ്ലമാണ് പേശീക്ലമത്തിന് കാരണമാകുന്ന രാസവസ്തു. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ പേശികൾക്കുണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ പേശികൾക്കുണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിനാണ്. പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിനാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിനാണ്. മരണശേഷം പേശികൾ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ് എന്നറിയപ്പെടുന്നത്. മരണശേഷം പേശികൾ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോർട്ടിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചലനത്തിൽ പേശികളുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് എന്നാണ്. എസെൻട്രിക് എന്ന് വെച്ചാൽ ഒരു ചലനത്തിൽ പേശികളുടെ നീളം കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ കൂടുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്ഷൻ അറിയപ്പെടുന്നതാണ് എസെൻട്രിക്. പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ആക്റ്റിൻ, മയോസിൻ എന്നിവ. പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആക്റ്റിൻ, മയോസിൻ എന്നിവയാണ്. പേശി കോശങ്ങളുടെ ഉൽപ്പത്തി അറിയപ്പെടുന്നത് മയോജെനസിസ് എന്നാണ്. പേശി കോശങ്ങളുടെ ഉൽപ്പത്തി അറിയപ്പെടുന്നത് മയോജെനസിസ് എന്നാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ മയോളജി എന്നാണ് അറിയപ്പെടുന്നത്. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഡയഫ്രം. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? ഡയഫ്രം ആണ്. പേശി കലയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പേശികോശമാണ്. പേശി കലയുടെ അടിസ്ഥാന ഘടകം പേശികോശമാണ്. പേശി തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നതാണ് ഫാസിക്കിളുകൾ. ഫാസിക്കിളുകൾ എന്ന് പറയുന്നത് പേശി തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നതാണ് ഫാസിക്കിളുകൾ എന്ന്. പേശികോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡ് എന്നാണ്. സ്റ്റിറോയിഡ് എന്ന് വെച്ചാൽ പേശികോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ. പേശികോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ അറിയപ്പെടുന്നത് സാർക്കോമിയറുകൾ എന്നാണ്. പേശികോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ അറിയപ്പെടുന്നതാണ് സാർക്കോമിയറുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റിപ്പീഡിയസ്. സ്റ്റിപ്പീഡിയസ് ആണ് ചെവിയിലെ പേശിയാണ് സ്റ്റിപ്പീഡിയസ്. അത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായിട്ട് അറിയപ്പെടുന്നു. ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. അപ്പോൾ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഏറ്റവും ചെറിയ പേശി
സ്റ്റെപ്പീഡിയസ് ആണ്. അതുപോലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്, അത് തുടയിലെ പേശിയാണ്. അടുത്തത്, പേശീക്ലമത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞു കൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് മൂലമാണ് പേശീക്ലമം ഉണ്ടാകുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോളജിയിൽ നിന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.